കോതമംഗലത്ത് 23-കാരി ആത്മഹത്യ ചെയ്തതിന് പിന്നിൽ ആൺസുഹൃത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ക്രൂരപീഡനമെന്നതിൽ ഉറച്ച് പെൺകുട്ടിയുടെ കുടുംബം. പോലീസ് വിശദമായ മൊഴി രേഖപ്പെടുത്തി. കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നതിൽ പോലീസ് വ്യക്തത വരുത്തിയിട്ടില്ലെന്നും പെൺകുട്ടിയുടെ സഹോദരൻ പറഞ്ഞു. തങ്ങൾക്കെതിരായി ഉയരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കുടുംബം വ്യക്തമാക്കി. സുബിൻ തോമസിന്റെ റിപ്പോർട്ട്. കോതമംഗലത്ത് ആത്മഹത്യ ചെയ്ത 23-കാരിയുടെ സഹോദരൻ ഇപ്പോൾ ജനം ടിവിക്കൊപ്പം ചേരുകയാണ്. നിലവിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. പോലീസ് അന്വേഷണത്തിൽ നിങ്ങൾ തൃപ്തരാണോ? എങ്ങനെയാണ് നിലവിൽ അന്വേഷണം മുമ്പോട്ട് പോകുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്? നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. ഇന്നലെ വന്ന് മൊഴി എടുത്തു. ഇനിയിപ്പോൾ എൻ്റെ മൊഴി എടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വാപ്പാനും ഉമ്മാനും പ്രതികളാക്കി കേസെടുക്കും എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ബാക്കിയതൊന്നും അറിയില്ല. എങ്ങനെ കേസെടുത്തേക്കണം, എന്തൊക്കെ സെക്ഷനാണ് ഇതൊന്നും അറിയില്ല. നമ്മുടെ മൊഴിയിൽ കറക്റ്റായിട്ട് ഇങ്ങനെ മതം മാറാനുള്ള കാരണം കൊണ്ടുമാണ് ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞു. ഇപ്പം കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പോലീസിന് എന്തെങ്കിലും വിവരങ്ങളെല്ലാം തന്നിട്ട് വല്ലതും ഉണ്ടോ? നമ്മുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. കൂടുതൽ വകുപ്പുകൾ ചുമത്തണ ഇതും മതം മാറുമ്പോൾ അങ്ങനെ കുറെ ഇതുണ്ടല്ലോ, മർദ്ദിച്ച് അതെല്ലാം ചുമത്തണല്ലോ. അടുത്തൊന്നും നിലവിൽ പറഞ്ഞിട്ടില്ല. ഇപ്പം ഈ റമീസിന്റെ കുടുംബം നിങ്ങൾക്കെതിരെയും ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ പെൺകുട്ടിയുടെ ആത്മഹത്യക്ക് നിങ്ങളും ഒരു തരത്തിൽ പ്രേരണ ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളത്. അത്തരത്തിൽ അതിൽ എന്തെങ്കിലും വിശദീകരണം നൽകാൻ? അതിൽ വിശദീകരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രേരണ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഒരു സംഭവം ഇല്ല. അതൊരു വലിയൊരു ഫേക്ക് ക്ലൗഡ് ഉണ്ടാകുന്ന ആ സംഭവം ഒരു നുണ പറഞ്ഞിട്ടുണ്ടായിരുന്നെ. അവളുടെ ആത്മഹത്യ കുറിപ്പിൽ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ഇങ്ങനെ വീട്ടുകാരുടെ സമ്മർദ്ദം സഹിക്കാൻ പറ്റില്ല എന്നുള്ള ഇതിൽ നമ്മളൊരു സമ്മർദ്ദം കൊടുത്തുള്ള കല്യാണത്തിന് സമ്മതിച്ച നമ്മളും മതം മാറാൻ സമ്മതിച്ച നമ്മൾ പിന്നെ അവളെ എന്ത് പ്രഷർ കൊടുക്കണം? അവരെന്തർത്ഥത്തിൽ അങ്ങനെ പറയണം? ഈ പെൺകുട്ടിക്ക് ഈ സഹോദരിക്ക് ഈ വീട്ടിൽ വെച്ച് ക്രൂരമായ മർദ്ദനം ഏറ്റു എന്നുള്ളത് കൂട്ടുകാരിയുടെ മൊഴിയാണ്. അവർ ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. എന്താണ് അവരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന ഒരു മറുപടി? എന്താണ് ഇപ്പോഴും ഇത് അവര് പറഞ്ഞ ഇവളുടെ മുഖത്ത് പാടുണ്ടായിരുന്നു പറ്റും. ഇവളെ ആരോടും ഇതൊന്നും പറഞ്ഞില്ല. ആ പാട് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ പറയുന്നത്. പിന്നെ അമ്മ ചോദിച്ചു, പാട് ചോദിച്ചപ്പോൾ ഇങ്ങനെ കൊച്ചിന്റെ മുഖം തട്ടിയതോ തല തട്ടിയതോ തുടങ്ങി. അപ്പൊ പോലീസിന് കൂടുതൽ മൊഴി രേഖപ്പെടുത്താൻ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എനിക്ക് വിളിക്കാന്ന് പറഞ്ഞു ഫ്രീ ആവുമ്പോൾ. അപ്പൊ ഈ ഒരു ആരോപണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഈ ഒരു മകൾ മതം മാറ്റൽ നിർബന്ധം കൊണ്ടാണ് ഇത്തരത്തിൽ സഹോദരി ആത്മഹത്യ എന്നുള്ള രീതിയിൽ തന്നെ ഉറച്ചു നിൽക്കുക. അതിനുള്ള ആ കൂട്ടുകാരിയുടെ മൊഴി തന്നെ പോരാ. ഇനി പിന്നെ ഇതിൽ ഇവര് അവരെന്ത് നുണ പറഞ്ഞിട്ട് എന്താ? കൂട്ടുകാരിയുടെ മൊഴി തന്നെ മതിയല്ലോ. പുള്ളി കൂട്ടിയിട്ട് എന്തുകൊണ്ടാ? ഞങ്ങളുടെ വീട്ടിൽ നിന്നുള്ള പ്രശ്നം കൊണ്ടാണ് കൂട്ടിയിട്ട്. അവിടെ കൊണ്ടുപോയി അവർ കൂട്ടിയാണ്. അവരെന്തുകൊണ്ട് കൂട്ടിയിട്ട് അത് മാറാനോ ഇതുള്ള കേസ്. ഇനി ഇങ്ങനെ നുണകൾ പറഞ്ഞുണ്ടാക്കണം എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഏതായാലും അന്വേഷണമായി പൂർണ്ണമായി സഹകരിച്ച് മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. നമുക്ക് നീതി കിട്ടുന്ന വരെ നമ്മൾ മുന്നോട്ട് വന്നു. അത്തരത്തിലാണ് നീതി കിട്ടും വരെ മുമ്പോട്ട് പോകുമെന്നുള്ള ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പെൺകുട്ടി കുടുംബം. അതോടൊപ്പം തന്നെ ഇന്ന് വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കും. അതിനുശേഷമാവും കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കളക്ടർ വിശദമായ പരിശോധന നടത്തേണ്ടതായുണ്ട്. ആ പരിശോധനകളെല്ലാം നടത്തിയ ശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യത്തിലെല്ലാം തന്നെ തീരുമാനമുണ്ടായേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോതമംഗലത്ത് നിന്നും സുബിൻ തോമസ്, ജനം.